ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യന് ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഭക്ഷണം തരുന്ന ദൈവം ഒന്ന്, ധനം സമ്പാദനത്തിന് വേണ്ടി ഐശ്വര്യമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ദൈവം വേറൊന്ന്, മക്കളെ നൽകുവാനുള്ള ദൈവം വേറൊന്ന്, തൻ്റെ രോഗം ശമനം തരുവാൻ പ്രാപ്തിയുള്ള, അതിന് കഴിവുള്ള ശേഷിയുള്ള, അല്ലെ രോഗം മാറ്റുവാൻ ശേഷിയുള്ള ദൈവം വേറൊന്ന്, തന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ദൈവം വേറൊന്ന്. ഇങ്ങനെ പല ദൈവങ്ങളെ സ്വീകരിക്കുന്ന, പല ദൈവങ്ങളുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ചിന്ത, ആ മനുഷ്യൻ്റെ സങ്കല്പം, താൻ വിശ്വസിക്കുന്ന ദൈവം, അതിനി ഒന്നാവട്ടെ രണ്ടാവട്ടെ രണ്ടിൽ കൂടുതലാവട്ടെ, താൻ വിശ്വസിക്കുന്ന ദൈവം തന്നെ ഏത് സമയത്തും രക്ഷപ്പെടുത്തുമെന്നായിരിക്കും. ഇവിടെ നിന്ന് മരിച്ചു പോയാലും താൻ പ്രയാസപ്പെടുന്ന സമയത്ത്, താൻ വിചാരണക്ക് നേരിടുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടുത്തുവാൻ ആ ദൈവങ്ങൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ അല്ലാതെ ദൈവങ്ങളായിട്ട് അല്ലെങ്കിൽ ഔലിയാക്കളായിട്ട് പലരെയും സ്വീകരിക്കുന്ന മനുഷ്യർ, ഔലിയ വലി എന്നൊക്കെ പറഞ്ഞാൽ ആത്മമിത്രമായിട്ട് അല്ലെങ്കിൽ തൻ്റെ എല്ലാം അർപ്പിക്കുന്ന ആരാധന ദൈവമായിട്ട് സ്വീകരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾക്ക് എന്താണെന്ന് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അവർ വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ശക്തിയുണ്ട്, അവർ തങ്ങളെ സഹായിക്കും, അവരാണ് തങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, വെള്ളം തരുന്നത്, ഈ വായു, ഈ പ്രകൃതിയൊക്കെ സൃഷ്ടിച്ചത് അവരാണ്, തങ്ങൾക്ക് സന്താനം തരുന്നത്, ഐശ്വര്യം തരുന്നതൊക്കെയും അവരാണ് എന്ന് സങ്കല്പിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യർ, അവരുടെ ഉപമ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചിന്തയെ ഉണർത്തുന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് സൂറത്തുൽ അൻകബൂത്തിലെ 41 ആയത്തിലൂടെയാണ് അള്ളാഹു നമുക്കതിനെ വിശദീകരിച്ചത്. കൂടാതെ മറ്റുള്ളവരെ രക്ഷകരായി സ്വീകരിച്ച ഒരു കൂട്ടം ജനമുണ്ടല്ലോ, അവർ ചിലന്തിയെ പോലെയാകുന്നു. ആ ചിലന്തി ഒരു വീടുണ്ടാക്കി. വീടുകളിൽ ഏറ്റവും ദുർബലമായത് ചിലന്തിയുടെ വീടാണല്ലോ. കഷ്ടം, ഇവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. ഈ ജനം അള്ളാഹുവിനെ വെടിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്തിനേയും അള്ളാഹു നന്നായി അറിയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിലെ 41-42 ആയത്താണിത്. അള്ളാഹു വളരെ കൃത്യമായിട്ട് ഇങ്ങനെ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ സങ്കല്പത്തെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ പ്രതീക്ഷയെ ഒരു ചിലന്തിയുടെ വലയോട്, വീടിനോട് ഉപമിക്കുകയാണ്, സ്പൈഡർ വെബിനോട് ഉപമിക്കുകയാണ്. എന്താണ് സ്പൈഡർ വെബ് എന്ന് പറഞ്ഞാൽ? അത്രമാത്രം ദുർബലമായ വീടെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് അള്ളാഹു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ചിലന്തി അതിൻ്റെ വീടുണ്ടാക്കുക. അത് വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ചിലന്തിയുടെ വീടുണ്ടാക്കുക. ഇപ്പോൾ ആൾ താമസമില്ലാത്തിടത്ത്, ആളുകൾ സ്ഥിരമായിട്ട് പാസ് ചെയ്യാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ 2 മരങ്ങളുടെ കൊമ്പുകൾക്കിടയിൽ, അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്നും നശിപ്പിക്കപ്പെടൂല എന്ന ധാരണയിലായിരിക്കും അത് വീട് കെട്ടുക. വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ നൂലുകൊണ്ട് അത് വീടുണ്ടാക്കുന്നത്. അതിന് പല ആകൃതികളുണ്ടാവും, അല്ലെ? റൗണ്ട് ഉണ്ടാകും, പല ആകൃതികളിലായിരിക്കും അത് അതിൻ്റെ വീടുണ്ടാക്കുന്നത്. അത് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ സ്കെയിൽ വെച്ച് അളന്ന് കൃത്യപ്പെടുത്തിയിട്ടാണോ ഇത് വീടുണ്ടാക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര മനോഹരമാണത്, അത്ര സൂക്ഷ്മമാണത്, അത്രയും ഹാർഡ് വർക്ക് ആവശ്യമുള്ള ഒന്നാണ് ചിലന്തി വല എന്നുള്ളത്, ചിലന്തിയുടെ വീട് എന്നുള്ളത്. അപ്പോൾ അത് അത്രക്കും കൃത്യമായിട്ട് വളരെ ഹാർഡ് വർക്കോടുകൂടി, ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് ചിലന്തിയുടെ വീടുണ്ടാക്കുന്നത്. അത്രക്കും ശ്രമവും സമയവും അധ്വാനവും അതിന് ആവശ്യമുണ്ട്. നല്ല ഹാർഡ് വർക്ക് ആവശ്യമുണ്ട്, നല്ല ടൈം ആവശ്യമുണ്ട്, അത്രമാത്രം കോൺസെൻട്രേഷൻ ആവശ്യമുണ്ട് ചിലന്തിയുടെ വീട് കെട്ടാൻ. പക്ഷെ ആ വീടിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു അതാണ് പറയുന്നത്, വഇന്ന ഔഹനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്, തീർച്ചയായിട്ടും വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് അത് ചിലന്തിയുടെ വീടാകുന്നു. ഇത്ര സൂക്ഷ്മമായിട്ട് ആ വീടത് കെട്ടിയാലും നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു നൂല് മെല്ലെ ഒന്ന് വലിച്ചു നോക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പിലേക്ക് കൊളുത്തി വെച്ചാൽ അതിൻ്റെ ഒരറ്റം അതിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ആ നൂലൊക്കെയും ഒരുമിച്ച് കൂടിയിട്ട് അതെന്ത് ചെയ്തു, അതൊരു വീടിൻ്റെ ഷേപ്പല്ലാതായി തീരുന്ന അത്ര അതൊരു കൂട്ടമായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത വിധത്തിൽ അതിൻ്റെ ഒരു നൂല് വേറൊരു നൂലിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും അതുണ്ടാവുക. അത്രമാത്രം ദുർബലമായ വീടാണത്. മൃഗങ്ങളുടെ വീട്, ജന്തുജാലങ്ങളുടെ വീട് എടുത്ത് നോക്കിയാൽ അള്ളാഹു പറയുന്നത് അതിലേറ്റവും ദുർബലമായ വീടാണ് ചിലന്തിയുടെ വീട്. പക്ഷേ അതത്രക്കും സൂക്ഷ്മമായിട്ടാണ് കെട്ടുന്നത്, അത്രക്കും ഹാർഡ് വർക്ക്, അത്രക്കും ടൈം എടുത്ത് കോൺസെൻട്രേഷനിലാണ് അത് ചെയ്യുന്നതെങ്കിൽ പോലും അതിനെന്തില്ല, അതിന് ബലമില്ല, അതിന് ആയുസ്സില്ല. ആ വീട് വളരെ കുറച്ച് നിമിഷ നേരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷമോ ദുർബലമായി പോകുന്ന ഒന്നാണ് ചിലന്തിയുടെ വീട്. ഇതുപോലെയാണ് ചില മനുഷ്യരുടെ വിശ്വാസം. അവർ വിചാരിക്കുന്നു ഈ ദൈവങ്ങൾക്കൊക്കെയും ശേഷിയുണ്ട്, ഈ ദൈവങ്ങളൊക്കെയും ഞങ്ങൾ വിളിച്ചാൽ കേൾക്കും, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും, ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് മറുപടി നൽകും, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കും, ഞങ്ങളുടെ രോഗങ്ങൾ ഇല്ലാതാക്കും, സന്താനമില്ലാത്ത ഞങ്ങൾക്ക് സന്താനം നൽകും, ഞങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അവർക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസം അത്രമാത്രം നല്ല വിശ്വാസമുണ്ട്, ദൃഢമായ വിശ്വാസമാണ്. ഏതുപോലെ ചിലന്തി ചെയ്യാൻ എടുക്കുന്ന സമയം പോലെ, ഹാർഡ് വർക്ക് പോലെ.
അതുകൊണ്ട് അവർ അവരുടെ പണം, അവരുടെ സമയം, അവരുടെ സമ്പത്ത്, അവരുടെ വായന ഒക്കെയും എന്ത് ചെയ്യുന്നു? ഈ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടി അവർ ചിലവഴിക്കുന്നു. അവർ അതിനെക്കുറിച്ച് വായിക്കുന്നു, ദൈവങ്ങൾക്ക് പുഷ്പാർച്ചന നടത്തുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാം ചെയ്യുന്നു. പിന്നെ അതിനുവേണ്ടി വാദിക്കുന്നു, അതിനുവേണ്ടി ജീവിതം ചെലവഴിക്കുന്നു, സമയം ചെലവഴിക്കുന്നു, ദൃഢമായി അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പക്ഷേ അവരുടെ ആ വീടിന് ആയുസ്സില്ല. ദുർബലമായ വീടാണത്. അത് ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിയില്ലാതായിത്തീരും. അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നിങ്ങളത് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾ മറ്റു പലരെയും ഔലിയാക്കളായി സ്വീകരിച്ച് നിങ്ങളുടെ ദൈവമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബായിട്ട്, നിങ്ങളുടെ എല്ലാമായിട്ട്, മാലിക്കായിട്ട്, ഹക്കീമായിട്ട്, നിങ്ങളുടെ വിധി പ്രഖ്യാപിക്കുന്നവനായിട്ടൊക്കെയും നിങ്ങൾ മറ്റു പലരെയും സ്വീകരിച്ചാൽ അവർക്ക് നിങ്ങളെ ഒരിക്കലും സഹായിക്കാൻ സാധിക്കുകയില്ല. ചില ആയത്തുകൾ കൃത്യമായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എങ്കിൽ പറ, നിങ്ങളുടെ ഔലിയാക്കളോട് പറ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളോട് നിങ്ങൾ പറ, ഈ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പോലെ ഒരു ആയത്തെങ്കിലും, അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും പോട്ടെ, ഒരായത്തെങ്കിലും കൊണ്ടുവരുവാൻ ശേഷിയുണ്ടോ എന്ന് അവരോട് പറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങളങ്ങനെ കൊണ്ടുപോവാ, നിങ്ങൾക്കതിന് സാധ്യമാവുമെങ്കിൽ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വേറെ ചിലയിടത്ത് പറയുന്നുണ്ട്, നാളെ അന്ത്യനാളിൽ അള്ളാഹു ഈ മനുഷ്യരോട് പറയും, ഇങ്ങനെ പല ദൈവങ്ങളെയും വിളിച്ച് ആരാധിച്ചിരുന്ന മനുഷ്യരോട് പറയും, നിങ്ങൾ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന നിങ്ങളുടെ ദൈവങ്ങളോട് പറ. പക്ഷേ അവർ നിങ്ങളെ സഹായിക്കുകയില്ല. ഒരാളുടെയും സഹായം നിങ്ങൾക്ക് ആ സമയത്ത് ലഭിക്കുകയില്ല. ഒരാളും നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. ദൈവങ്ങളെ മാത്രമല്ല, നമ്മൾ ഈ ജീവിതത്തിൽ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന ഏത് കാര്യവും നമ്മളൊന്ന് വീണാൽ, അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രയാസം ഉണ്ടായാൽ നമ്മുടെ കൂടെ കട്ടക്കുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്ന ആരും നാളെ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഉപകാരം ചെയ്യുകയില്ല. നിങ്ങളൊക്കെ കേട്ട് പരിചയമുള്ള ഒരു ആയത്തുണ്ടാവും അല്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സാഹിബത്തിഹി വ ബനി എന്ന ആയത്ത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു, ഏത് സൂറത്തിലാണ് അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ആ മനുഷ്യൻ്റെ ഇണയിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സഹോദരന്മാരിൽ നിന്നും ഓടിയൊളിക്കുന്ന ഒരു ദിവസം വരും. അന്നേ ദിവസം എനിക്കെന്ത് സംഭവിക്കും എന്ന വിചാരണ, എന്ന ചിന്ത തന്നെ ഒരു മനുഷ്യന് മതിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്തായിരിക്കും അല്ലേ? എനിക്ക് സ്വർഗമായിരിക്കുമോ നരകമായിരിക്കുമോ, എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നതായിരിക്കും നാളെ എല്ലാ മനുഷ്യൻ്റെയും ചിന്ത. എൻ്റെ റിസൾട്ട്, നിങ്ങളൊരു പരീക്ഷ എഴുതുമെന്ന് വിചാരിക്കുക, ഒരു മെയിൻ എക്സാമാണ്, കുറേ നാളത്തെ പഠനത്തിന് ശേഷം, ഉറക്കം വിളിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ ആ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. ആ റിസൾട്ടിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ, ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അത് നിങ്ങളിങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ നമ്പറാണോ നിങ്ങൾ ആദ്യം നോക്കുക, അത് കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരിയുടേതാണോ? എത്ര നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെയും കൂട്ടുകാരിയുടെയും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ നമ്പറായിരിക്കും ആദ്യം നോക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാളെ ഓരോ മനുഷ്യനും അവൻ്റെ വിചാരണ എന്തായിരിക്കും എന്ന ചിന്ത തന്നെ മതിയാകുന്നതാണ്. അതുകൊണ്ട് ഓരോ പിതാവും മാതാവും മക്കളെ തൊട്ട് ഓടി ഒളിക്കുന്ന സമയം, സ്വന്തം ഇണ മറ്റേ ഇണയിൽ നിന്നും ഒരു മനുഷ്യൻ തൻ്റെ ഇണയിൽ നിന്നും ഓടി ഒളിക്കുന്ന ദിവസം, മക്കളിൽ നിന്നും ഓടി ഒളിക്കുന്ന ദിവസം, എല്ലാ കൂട്ടുകാരും മറ്റു കൂട്ടുകാരിൽ നിന്നും ഓടി ഒളിക്കുന്ന ദിവസം, എല്ലാ മനുഷ്യർക്കും അവൻ എന്ത് സംഭവിക്കും എന്നത് തന്നെ ധാരാളം മതിയാകുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു ആയത്തിൽ പറയുന്നത് കൃത്യമായിട്ട്, ഒരു കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനെ ഉപകാരപ്പെടാത്ത സമയം വഹും ലാ യൻസുറൂൻ, അവർ ആരെയും സഹായിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു മനുഷ്യൻ, അവൻ്റെ വിശ്വാസം മറ്റു പലതുമായിട്ട് കണക്റ്റഡ് ആണ് എങ്കിൽ, അവൻ്റെ എല്ലാം, അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ വിശ്വാസവും അവൻ്റെ പ്രതീക്ഷയും അവൻ്റെ സ്വപ്നവുമൊക്കെയും മറ്റു പല കൂട്ടുകാരിലേക്ക്, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, ദൈവങ്ങൾ തന്നെ ആവണമെന്നില്ല. കാരണം നമ്മൾക്ക് കാണാൻ സാധിക്കും, ഞാൻ മതമില്ലാത്തവനാണ്, ഞാൻ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആളും അവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ചില ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അതിനൊരാളുണ്ടാകും, അതൊരു മനുഷ്യനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയോ സംഘടനയായിരിക്കും. അപ്പോൾ അവർ പറയുന്നതായിരിക്കും ഈ മനുഷ്യൻ വിശ്വസിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനെയും ഉപകാരപ്പെടാത്ത ദിവസം. യൗമ ലാ യുഅനി മൗലൻ അം മൗലൻ ഷൈഅ വഹും ലാ യൻസുറൂൻ, ഒരു കൂട്ടുകാരനും വേറൊരു കൂട്ടുകാരനെയും ഉപകാരപ്പെടാത്ത ഒരു ദിവസം, അവർ ആരും പരസ്പരം സഹായിക്കുകയില്ല, സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളാരും ചിലന്തി വല കെട്ടുന്നത് പോലെ, ചിലന്തി വീടുണ്ടാക്കുന്നത് പോലെ നിങ്ങളുടെ അള്ളാഹുവുമായിട്ടുള്ള, അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കരുത്. അത് ദുർബലമാണ്, അതിന് ആയുസില്ല, അത് തീർച്ചയായും പൊട്ടിത്തകരുക തന്നെ ചെയ്യും. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ഹാജരാക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളെ വിളിക്കൂ,
നിങ്ങൾ വിശ്വസിച്ചിരുന്ന, നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിയിരുന്ന നിങ്ങളുടെ ഔലിയാക്കളെ വിളിക്കൂ, റബ്ബിനെ വിളിക്കൂ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ആളുകളെ വിളിക്കൂ എന്ന് പറയുമ്പോൾ ആ മനുഷ്യർ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഈ ഒരു ആയത്തിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, അള്ളാഹുവിലുള്ള വിശ്വാസം അത് ദൃഢമായിരിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുടെ വിശ്വാസം അത് ദൃഢമായിരിക്കും, അത് ഉറച്ചതായിരിക്കും, ഏതൊരു സമയത്തും ഏതു പ്രതിസന്ധിയിലും ഇളകാത്തതായിരിക്കും. അത് ഇഹലോകത്ത് മാത്രമല്ല, നാളെ പരലോകത്തും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത്, നാഥ, ഞങ്ങൾ നിന്നിൽ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു, നീയാണ് ഞങ്ങളെ സഹായിക്കുക, നീയാണ് എല്ലാം, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിത്തരുന്നവനും ഞങ്ങളുടെ രക്ഷയും ശിക്ഷയും നിർണ്ണയിക്കുന്നവനും നീയാണെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് ചിലന്തി വല പോലെ ദുർബലമായിരിക്കില്ല ആ വിശ്വാസം. തീർച്ചയായിട്ടും ഈ ഉപമ നമ്മെ കുറേ കൂടുതൽ ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരിലേക്കും ബന്ധുമിത്രാദികളിലേക്കും കുടുംബക്കാരിലേക്കൊക്കെയും ഒരു ചിലന്തയെ കാണുമ്പോൾ, ചിലന്തി വല കെട്ടുന്നത് കാണുമ്പോൾ ഈ ഒരു ഉപമ നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ കണക്ട് ചെയ്ത് നമ്മളുടെ വിശ്വാസത്തെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്തയെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.